പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2023 ആറാം മാസം ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഒരു വിധിന്യായവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ മാസപ്പടി കേസിനെ കുറിച്ചിട്ട് കേൾക്കാൻ തുടങ്ങിയത്. ആ വിധിന്യായത്തിലാണ് 2019 കൊച്ചിയിലെ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ CMRL എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ ഇൻകം ടാക്സ് നടത്തിയ റെയ്ഡിൻ്റെ ഭാഗമായി 2017 മുതൽ 19-20 വരെ എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനിക്കും അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ മകളായിട്ടുള്ള വീണ വിജയനും ഓരോ വർഷവും അവർക്ക് 3 ലക്ഷവും കമ്പനിക്ക് 5 ലക്ഷവും എന്നുള്ള നിലയിൽ 1,72,00,000 രൂപ കൊടുത്തുവെന്നും ഇത് വീണ വിജയന് കൊടുക്കുന്ന സമയത്ത് അവർ ഒരു സേവനവും CMRL ചെയ്തു കൊടുത്തിരുന്നില്ല എന്നുള്ള വാദഗതി ആദ്യമായി ഉയർന്നു വന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2023 ആറാം മാസം വന്ന ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിന്യായവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. സുഹൃത്തുക്കളെ, ആ വിധിന്യായം വന്ന സമയം മുതൽ പൊതുമണ്ഡലത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദഗതി എന്ന് പറയുന്നത് വിജയൻ്റെ മകളായിരുന്നത് കൊണ്ടാണ് വിജയൻ്റെ മകളായ വീണയ്ക്ക് CMRL നിന്ന് ഈ പണം ലഭിച്ചത് എന്നായിരുന്നു. അത് വ്യാപകമായി പൊതുമണ്ഡലത്തിൽ സർക്കുലേറ്റ് ചെയ്ത ഒരു വ്യാപകമായി പ്രചരിച്ച ഒരു വാദഗതിയായിരുന്നു. എന്നാൽ ആ വാദഗതി പ്രചരിക്കുന്ന സമയങ്ങളിലൊക്കെ CPMഉം CPMൻ്റെ ഭാഗത്തു നിന്ന് വന്ന വാദഗതി എന്ന് പറയുന്നത് അതിനെ പിണറായി വിജയനുമായി അല്ലെങ്കിൽ വിജയനുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവും അതിനില്ല എന്നും അത് വിജയൻ്റെ മകൾ ഒരു എൻ്റർപ്രീനർ എന്നുള്ള നിലയിൽ, ഒരു നിക്ഷേപക എന്നുള്ള നിലയിൽ അവരൊരു സ്ഥാപനം നടത്തിയിരുന്നു. അതിൻ്റെ പേരാണ് എക്സാലോജിക് സൊല്യൂഷൻസ്. അവർ ചില സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് CMRLന് കൊടുത്തു. ആ കൊടുത്തതുമായി ബന്ധപ്പെട്ട് അവർക്ക് കിട്ടിയ റെമ്യൂണറേഷനാണ് ഈ പണം. അപ്പോൾ അത് രണ്ട് കമ്പനികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ഇടപാടാണ്. അതിൻ്റെ ഭാഗമായി ബാങ്ക് അക്കൗണ്ടിലൂടെ വന്നതാണ് ഈ പണം. ആ പണത്തിന് GST അടച്ചിട്ടുണ്ട് എന്നൊക്കെ ഉള്ള നിലയിലുള്ള വാദഗതിയാണ് CPMഉം CPMുമായി ബന്ധപ്പെട്ട ആളുകളും അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും അതിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ഒക്കെ തന്നെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അതിൻ്റെ അടിസ്ഥാനരഹിതമായിരുന്നു എന്ന് നമുക്ക് ഈ വിഷയം സുസൂക്ഷ്മം പരിശോധിക്കുന്നവർക്ക് അതറിയാമായിരുന്നു. കാരണം ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡറിൽ തന്നെ, ആ വിധിന്യായത്തിൽ തന്നെ ഒരു സേവനവും ചെയ്യാതെയാണ് ഇവർക്ക് പണം കൊടുത്തതെന്നുള്ള അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിരുന്നു. CMRLലെ സോഫ്റ്റ്വെയർ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വം കൊടുക്കുന്നവരെ, അവിടുത്തെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, അവരൊക്കെ പറഞ്ഞിരുന്നു ഇതൊരു സേവനവും നടത്താതെയാണ് ഈ പണം കൊടുത്തത്. എന്നാൽ അതൊന്നും അംഗീകരിക്കാൻ ഈ CPMൻ്റെ ഈ അന്തം കമ്മികൾ തയ്യാറായിരുന്നില്ല. അവർ പറഞ്ഞത് അബദ്ധമാണ്, ഇത് വളരെ സുതാര്യമായിട്ടുള്ളൊരു ഇടപാടാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള നിലയിൽ വീണ വിജയൻ ഒരു സ്ഥാപനം നടത്താൻ പാടില്ല എന്നാർക്കാണ് പറയാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞ് അതിനെ പുച്ഛിച്ച് തള്ളുന്ന ഒരു സമീപനമാണ് അന്തംകമ്മികൾ എടുത്തുകൊടുത്തത്. പക്ഷേ കോമൺ സെൻസിക്കലായി ചിന്തിക്കുന്ന ആർക്കും ഇത് വിജയൻ്റെ മകളായതുകൊണ്ടാണ് ഇവർക്കിത് കൊടുത്തത് എന്നുള്ളത് വ്യക്തമായിരുന്നു. കാരണം വിജയൻ്റെ മകളല്ലെങ്കിൽ പിന്നെ ഇവർക്കെന്തിനാണ് ഇത് കൊടുക്കേണ്ട കാര്യം എന്താണ്? അവരെ ഒരു വലിയ സ്ഥാപനം നടത്തി വലിയ വിശ്വാസ്യതയുള്ള ഒരു വലിയ IT കമ്പനിയൊന്നും നടത്തിക്കൊണ്ടുപോകുന്ന ഒരു സ്ത്രീ ആയിരുന്നില്ല അവർ. 2015 മറ്റു രൂപീകരിക്കപ്പെട്ട ഒരു കമ്പനിയാണ് ഈ കമ്പനി. കമ്പനിക്ക് ഒരു നിലനിൽപ്പും ഇല്ലായിരുന്നു, ഇപ്പോൾ വലിയ തോതിൽ കടബാധ്യതയിലായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുമണ്ഡലത്തിന് അറിയാമായിരുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളായിരുന്നു ഇവരെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് പറഞ്ഞ കമ്പനി ഇവർക്ക് പണം കൊടുത്തത് എന്നതായിരുന്നു. അത് പൊതുമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അറിയാവുന്ന കാര്യമായിരുന്നു. പക്ഷേ ഈ അന്തം കമ്പനികൾ, CPMകാർ, അവരുടെ സെക്രട്ടേറിയറ്റ്, അവരുടെ സംസ്ഥാന സെക്രട്ടറി ഇതൊന്നും ഈ കാര്യം അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. സുഹൃത്തുക്കളെ, പിന്നീട് എന്താ സംഭവിച്ചത്? 2026 മെയ് 26 ഈ മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവുണ്ടായിരുന്നു. അത് പെൻഡിങ്ങിൽ കിടന്ന്, സ്റ്റേയിൽ കിടന്ന ഒരു ഉത്തരവ്. ആ സ്റ്റേ നീക്കിയിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് TR രവിയുടെ നേതൃത്വത്തിലുള്ള സിംഗിൾ ബെഞ്ച് ഈ ED അന്വേഷണം തുടരാം എന്ന് പറഞ്ഞു.
ആ തുടരാമെന്ന് പറഞ്ഞതിനെ തുടർന്ന് മെയ് മാസം 27-ാം തീയതി വിജയൻ്റെ മകളുടെയും തിരുവനന്തപുരത്തെ കൊട്ടാര സദൃശ്യമായിട്ടുള്ള വീട്ടിൽ ഉൾപ്പെടെ 12 സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വലിയൊരു റെയ്ഡ് നടത്തി. ആ റെയ്ഡ് നടത്തി അവിടുന്ന് പല സാധനങ്ങളും ഇലക്ട്രോണിക് ഗാഡ്ജറ്റും രേഖകളും ഒക്കെ പിടിച്ചുകൊണ്ടുപോയി എന്നുള്ള വാർത്തകളുണ്ടായിരുന്നു. അതിനുശേഷം അവർ വീണാ വിജയനെ 2 പ്രാവശ്യം അവർ വിശദമായി എറണാകുളത്ത് വിളിപ്പിച്ച് ചോദ്യം ചെയ്തു. വിജയൻ്റെ വീട്ടിൽ ഈ റെയ്ഡ് നടക്കുന്ന സമയത്തുണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങളും ആക്രമണവും ഇതൊക്കെ നമുക്കറിയാമായിരുന്നല്ലോ. എന്തായാലും അതൊക്കെ നടന്നു. വീണയെ 2 പ്രാവശ്യം ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് CPM-മാർക്ക് സംഗതി അലമ്പാവും എന്ന് മനസ്സിലായി, കുഴപ്പമാകും എന്ന് മനസ്സിലായി. അതിനെ തുടർന്ന് അവർ നിലപാട് മാറ്റിയിട്ട് അവരെന്ത് പറഞ്ഞു, അത് വീണാ വിജയനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമുണ്ടെങ്കിൽ അത് വീണാ വിജയൻ കൈകാര്യം ചെയ്തോളും. പക്ഷേ പിണറായി വിജയനെ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം നടന്നാൽ CPM ശക്തമായി അതിനെ പ്രതിരോധിക്കും. എല്ലാ തരത്തിലും ജനകീയമായും നിയമപരമായും അതെല്ലാം അതിനെ ചോദ്യം ചെയ്യും എന്നുള്ളതായിരുന്നു CPM നേതാക്കളുടെ വാദം. മകളുടെ കാര്യത്തിൽ മകൾ കൈകാര്യം ചെയ്യട്ടെ, പക്ഷേ വിജയൻ്റെ വിഷയം വന്നാൽ ഞങ്ങൾ ഇടപെടും, ഇതായിരുന്നല്ലോ വാദം. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ കേസിൽ ബന്ധപ്പെട്ടിട്ടുള്ള വീണാ വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ, അല്ലെങ്കിൽ ഈ കേസിലെ മറ്റു പ്രതികളുടെയൊക്കെ ഉൾപ്പെടെയുള്ളവരുടെ സ്വത്ത് മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഡൽഹിയിലുള്ള ഇതുമായി ബന്ധപ്പെട്ട അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ മുമ്പിൽ കൊടുത്ത ഒരു 21 പേജ് റിപ്പോർട്ടിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്വത്ത് കണ്ടുകെട്ടാൻ തീരുമാനിച്ചാൽ സ്വത്ത് ഇന്ന ആളുകളുടെ സ്വത്ത് കണ്ടുകെട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയിൽ ബന്ധപ്പെട്ട ഏജൻസി റിപ്പോർട്ട് സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആരുടെ സ്വത്താണോ കണ്ടുകെട്ടാൻ പോകുന്നത് അവർക്ക് വന്നിട്ട് എതിർവാദങ്ങൾ ഉന്നയിക്കുക. അങ്ങനെയാണ് ആ കാര്യത്തിൽ അന്തിമമായൊരു തീരുമാനമുണ്ടാക്കുന്നത്. ആ തീരുമാനം ഉണ്ടാക്കുന്നതിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വീണാ വിജയനും ഈ CMRL കേസിൽ ഉള്ള മറ്റു പ്രതികളുടെയൊക്കെ സ്വത്ത് കണ്ടുകെട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ആ റിപ്പോർട്ടിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആ റിപ്പോർട്ടിലെ 8ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് ശശിധരൻ കർത്ത നടത്തിയ തട്ടിപ്പുകളെ കുറിച്ചിട്ട് അയാൾ 17/4/2024 ശശിധരൻ കർത്ത ഒരു മൊഴി കൊടുത്തിരുന്നു. ആ മൊഴിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രസക്തമായിട്ടുള്ളൊരു വാചകമുണ്ട്. ആ വാചകം ഇതാണ്. അതായത് എൻ്റെ 7ാമത്തെ പാരഗ്രാഫിലാണ് പറയുന്നത്. ഹി ഓൾസോ അഡ്മിറ്റഡ് payments to Veena T and Messrs Exalogic Solutions Private Limited without services. അതായത് ഒരു സേവനവും കൊടുക്കാതെ എക്സാലോജിക് സൊല്യൂഷനും വീണയ്ക്കും പണം കൈമാറിയിട്ടുണ്ട് എന്ന് അയാൾ സമ്മതിച്ചു എന്ന് മാത്രമല്ല, അടുത്ത ഭാഗം കേട്ടോണം, കൺസിഡറിങ് പേഴ്സണൽ റിലേഷൻഷിപ്സ് വിത്ത് ദ ദെൻ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ശ്രീ പിണറായി വിജയൻ. അതായത് ഈ CMRL കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാണ് ഈ കരിമണൽ കർത്ത. അയാളുടേതാണ് ഈ CMRL എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി. അയാളുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ 15 വർഷക്കാലം 182 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുള്ളതായിട്ട് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അയാൾ 17/4/2024 കൊടുത്ത മൊഴിയിൽ അയാൾ പറയുന്നത് ഒരു സേവനവും നൽകാതെ വീണ തായ്ക്കണ്ടിക്കും എക്സാലോജിക് സൊല്യൂഷനും ഈ 2,78,00,000 രൂപ കൊടുത്തത് വാസ് കൺസിഡറിങ് പേഴ്സണൽ റിലേഷൻഷിപ്സ് വിത്ത് ദി ദെൻ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ശ്രീ പിണറായി വിജയൻ. അതായത് ഒരു സേവനവും കൊടുക്കാതെ ഈ പണം കൊടുത്തത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനുമായിട്ടുള്ള വ്യക്തിഗതമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് CMRL കേസിലെ പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള ശശിധരൻ കർത്ത 17/4/2024 മൊഴി കൊടുത്തു എന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഈ മൊഴിയും കൂടി പുറത്തു വന്നതോടുകൂടി വിജയൻ ഈ കേസുമായിട്ട് എന്താണ് ബന്ധം, വിജയൻ്റെ മകളുടേതല്ലേ കേസ്, വിജയൻ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രേഖ പുറത്തു വന്നിട്ടുണ്ടോ, എന്തെങ്കിലും വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള ഈ CPM നേതാക്കളുടെ വാദം മുഴുവൻ പൊടിഞ്ഞ് പപ്പടമാകുന്നതാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു വാചകം. അതായത് ഒരു സേവനവും വീണ കൊടുത്തിട്ടില്ല. CMRL ഒരു സേവനവും കൊടുക്കാതെ അവർക്ക് 2.78 കോടി രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, ഒരേ ഒരു കാരണമേ ഉള്ളൂ. ആ കാരണം അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനുമായിട്ടുള്ള വ്യക്തിബന്ധം. അപ്പോൾ ഇനി നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താ, ഇങ്ങനെ വ്യക്തിബന്ധമുള്ളവർക്കെല്ലാം പണം കൊടുക്കുമോ?
പിന്നെ കരിവെള്ള കർത്താവിന് ശശിധരൻ കർത്താവിന് ഒരുപാട് വ്യക്തിബന്ധമുള്ള ആളുകളുണ്ടല്ലോ, അവർക്കൊന്നും ശശിധരൻ കർത്താവ് ഇങ്ങനെ പണം കൊടുത്തായിട്ട് നമ്മൾ പറഞ്ഞു കേട്ടില്ലല്ലോ. അപ്പോൾ വിജയൻ്റെ മകൾക്ക് എന്തിനാണ് ഇങ്ങനെ നിരന്തരം പണം കൊടുത്തുകൊണ്ടിരുന്നത്? അപ്പോൾ എന്തോ കാര്യം സാധിക്കാനുണ്ടായിട്ടായിരുന്നു എന്നുള്ളത് വ്യക്തമല്ലേ? ആ കാര്യം സാധിക്കപ്പെട്ടു എന്നുള്ളത് വ്യക്തമല്ലേ? ആ കാര്യം സാധിച്ചു കൊടുത്തത് വിജയനായിരുന്നു എന്നുള്ളത് വ്യക്തമല്ലേ? അയാൾ മുഖ്യമന്ത്രി ആയിരുന്നുകൊണ്ടാണ് ആ കാര്യം സാധിച്ചു കൊടുത്തു എന്നുള്ളത് വ്യക്തമല്ലേ? എന്താ കാര്യം സാധിച്ചു കൊടുത്തത്? എന്താ കരിമണൽ പിന്നെ കോരി കോടികൾ ലാഭം ഉണ്ടാക്കുന്ന ഈ പണി കരിമണൽ കമ്പനി തുറന്നുകൊണ്ടിരിക്കുകയാണ്, CMR തുറന്നുകൊണ്ടിരിക്കുമ്പോഴാണ് 4-5 വർഷക്കാലം മുമ്പ് അതിനി ഇതുപോലുള്ള ഈ പണി ചെയ്യാൻ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് കഴിയില്ല, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്നുള്ള തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് എടുത്തു. അത് 5 വർഷക്കാലം വിജയൻ നീട്ടിക്കൊടുത്തു. അത് 5 വർഷക്കാലം കരിമണൽ കമ്പനിയായിട്ടുള്ള CMRൽ നീട്ടിക്കൊടുത്തതിനുള്ള ഉപകാര സ്മരണ എന്നുള്ള നിലയിലാണ് കരിമണൽ കർത്താവ് എന്ന് പറയുന്ന ഈ CMR എന്ന് പറഞ്ഞ കമ്പനിയുടെ ഉടമ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന വിജയൻ്റെ മകൾക്ക് 2,78,00,000 രൂപ കൊടുത്തെന്നുള്ളതിന് വല്ല തർക്കമുണ്ടോ സുഹൃത്തുക്കൾ? ഇതൊരു ക്വിഡ് പ്രോ ക്വോ ആയിരുന്നുള്ളതിന് വല്ല തർക്കമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം വളരെ ക്ലിയർ ആയിരിക്കും, വിജയനെ ഇതുമായി ബന്ധമുണ്ടെന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നു. വിജയനാണ് ഇതിൻ്റെ പുറകിൽ നിന്ന് കളിച്ചത് എന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നു. വിജയൻ ഈ കേസിൽ പ്രതിയാകാൻ പോവുകയാണ് എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. വിജയൻ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള കാര്യവും ഉറപ്പായിരിക്കുന്നു. വിജയൻ ഈ കേസിൽ ഒരു ബന്ധവുമില്ല എന്നുള്ള CPM-കാരുടെ വാദം പൊളിഞ്ഞ് അടുങ്ങിയിരിക്കുന്നു. വിജയൻ ഈ കേസിൽ പ്രതിയാകും എന്നുള്ളത് ഈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയിൽ ED കൊടുത്ത റിപ്പോർട്ടിലൂടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കുന്നു. ഇനി വിജയനെ ചോദ്യം ചെയ്യാതിരിക്കാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കഴിയില്ല. അപ്പോൾ ആ ചോദ്യം ചെയ്യലോടുകൂടി വിജയൻ പ്രതിയാവും. ആ ചോദ്യം ചെയ്യലിൽ വിജയൻ സഹകരിച്ചാൽ വിജയന് നന്നായിരിക്കും. ആ ചോദ്യം ചെയ്യലിൽ വിജയൻ സഹകരിക്കുന്നില്ലെങ്കിൽ വിജയൻ അഴിയേണ്ടു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം PMLA ആക്ട് അത്രയ്ക്ക് കർശനമായിട്ടുള്ള ഒരു ആക്റ്റാണ്. അതുകൊണ്ട് ചോദ്യം ചെയ്യലുമായിട്ട് വിജയൻ സഹകരിച്ചില്ലെങ്കിൽ വിജയൻ അകത്താകും എന്നുള്ള ഉറപ്പാണ്. ചോദ്യം ചെയ്യലുമായിട്ട് സഹകരിച്ചു കഴിഞ്ഞാൽ വിജയനും മകളും ഇതിനകത്ത് പ്രതിയാകും. അവർ വിചാരണ ചെയ്യപ്പെടും. വിചാരണയുടെ അവസാനം ഇത് തെളിഞ്ഞാൽ വീണ്ടും അകത്താവാനുള്ള സാധ്യത ഉറപ്പാണ്. അതുകൊണ്ട് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയിൽ സമർപ്പിച്ചിട്ടുള്ള ഈ റിപ്പോർട്ട് പുറത്തു വന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, മാസപ്പടി കേസിൽ പിണറായി വിജയൻ പ്രതിയാവാൻ പോകുന്നു എന്നതും മാസപ്പടി കേസിൽ വിജയനെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നതുമായിട്ടുള്ള 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആ കാര്യങ്ങളിൽ ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിവ് ആയി കഴിഞ്ഞിരിക്കുന്നു.